ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛന് മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന് സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെള്ളം കുടിക്കണം. ഈ നാട്ടിൽ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സും. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല. പ്രിയമുള്ളവരെ, കേട്ടല്ലോ നിങ്ങൾ. ജാൻമണി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണ് ഇവരെ ചെയ്യേണ്ടത്? ഇവരാണ് രഞ്ജിനി ഹരിദാസിന്റെ കൂടെ ഡൽഹിയിലേക്ക് കൂറകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. അതിൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്. ഇവരെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് BJP ഇഷ്ടമല്ല. ശരി, BJP ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവരും BJP ഇഷ്ടപ്പെടണമെന്നോ എല്ലാവരും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയതാണ്. 1ാം തവണയല്ല, 2ാം തവണയല്ല, 3ാം തവണ. 3 തവണ തുടർച്ചയായി ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ ആരാധിക്കുന്ന, ഇന്ത്യക്ക് ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അല്ലേ? ഈ പ്രധാനമന്ത്രിമാരിൽ വെച്ചിട്ട് ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകം മുഴുവൻ സ്നേഹിക്കുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് ജാൻമണി എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ പറയുന്നതാണ്. ആരെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്? നരേന്ദ്രമോദിയെ മാത്രമല്ല അപഹസിക്കുന്നത്, നരേന്ദ്രമോദിയുടെ അമ്മയെ. നരേന്ദ്രമോദി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന, ആദരിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട അമ്മ, അവരിന്ന് ഈ ലോകത്തില്ല. മരിച്ചുപോയ അവരുടെ അമ്മയെക്കുറിച്ചാണ് ജാൻമണി. ഒരു സ്ത്രീയും ഇങ്ങനെ പറയില്ല കേട്ടോ. അതായത് 1947 നരേന്ദ്രമോദിയുടെ പിതാവ് മരിക്കുന്നത്. എന്നിട്ട് 1950 നരേന്ദ്രമോദി ജനിക്കുന്നത്. ഇതെന്താ? അത് നരേന്ദ്രമോദിയുടെ അമ്മ 3 വർഷമായിരുന്നോ ഗർഭം ധരിച്ചത് എന്ന് ചോദിക്കുമ്പോ ജാൻമണി ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനത് പറയുന്നില്ല, പറയാൻ പാടില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ അമ്മയെ ജാൻമണി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിലേക്ക് അങ്ങേപ്പുറം ഒരു സ്ത്രീയെ അപഹസിക്കാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? നരേന്ദ്രമോദി മറ്റേ ചുണ്ടിന്റെ അടിയിൽ മറ്റേ ലഹരി വസ്തു വെച്ചിട്ടാണ് ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അർദ്ധരാത്രി ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഇവര് അപഹസിക്കുന്നുണ്ട്. ചെയ്തോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇവര് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം ഇവർ പറഞ്ഞിട്ട് ഇപ്പോഴും ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോഴും ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ പേരിൽ കേസെടുത്തു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് കുറച്ചു മുമ്പ് നമ്മുടെ കോഴിക്കോട്ടെ നവ്യ ഹരിദാസ്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവർ ചെയ്തത് ഏറ്റവും വലിയ കൊടും പാതകമാണ് എന്നുള്ളതിൽ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ വഴിവെച്ചത് എന്ന് പറഞ്ഞാൽ ഈ കൂറപ്പാർട്ടികൾ ഡൽഹിയിൽ നടത്തിയ ഇവരുടെ ഈ കലാപം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്ന് രഞ്ജിനി ഹരിദാസ് പോയത്, രഞ്ജിനി ഹരിദാസിന് ഈ പോകുന്ന യാത്രയിലും അവിടെ വെച്ചിട്ടും ഒക്കെ മേക്കപ്പ് ഇട്ട് അവരെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട്, അതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. അത് രഞ്ജിനി ഹരിദാസിന്റെ സ്വാതന്ത്ര്യം. അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടെ കൊണ്ടുപോകാം. ജാൻമണി അല്ലാതെ ജാൻമണിയുടെ അസിസ്റ്റന്റുമാരായ ഒരുപാട് പേരെ കൊണ്ടുപോയിക്കോട്ടെ, അതൊക്കെ അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ ഇങ്ങനെ അവഹേളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ അമ്മയെ, അല്ലെ മരിച്ചുപോയ അമ്മയെ അതിനീചമായി ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. നമ്മളൊക്കെ
എന്താ പറയാ, പല രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും വിമർശിക്കാറുണ്ട്, കടുത്ത ഭാഷയിൽ വിമർശിക്കാറുണ്ട്. പക്ഷേ മരണപ്പെട്ടു പോയ അവരുടെ അമ്മയെ, അല്ലേ, നമ്മൾ ആരെക്കുറിച്ച് നമ്മൾ എന്താ പറയാ പരാതി പറഞ്ഞാലും അല്ലെങ്കിൽ ആരെക്കുറിച്ച് നമ്മൾ തെറ്റുകൾ പറഞ്ഞാലും അമ്മമാരെ പറയാൻ പാടില്ല. ആ നീച പ്രവൃത്തിയാണ് ജാൻമണി ചെയ്തത്. ജാൻമണി കേരളീയ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയുന്നവരാണ് ഇവരെ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിലൂടെ ഇവരതിന്റെ ഈ കഴിഞ്ഞ സീസണിൽ അവരുണ്ടായിരുന്നു. ഒരു ജനപ്രിയ താരമൊന്നും അല്ലായിരുന്നിട്ട് കൂടി അവർ ആ ഷോയിൽ തന്നെ ഇവര് കാട്ടിക്കൂട്ടിയ ഒരുപാട് എന്താ പറയാ ഇവരുടെ ഇത്തരത്തിലുള്ള ഇതേപോലുള്ള ഇവരുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ട് സഹികെട്ടവരാണ് മലയാളികൾ. അവരാണ് ഇപ്പോ നരേന്ദ്രമോദിയെ ഈ രീതിയിൽ അപഹസിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, അതായത് നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളുടെ ഇന്ത്യയാണ്, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പോഴാണ് ഇങ്ങനെ അതിനിന്യമായ ഭാഷയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ ഒക്കെ ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ വീഡിയോ, ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ച ഈ വീഡിയോ ഇപ്പോഴും അവർ പിൻവലിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴും അവരുടെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കിടക്കുകയാണ് ഈ വീഡിയോ. അതിനുശേഷം ഇവര് കരഞ്ഞു വിളിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ചിട്ട് അവർ പറയാണ് എനിക്ക് മാപ്പ് തരണം, ഞാനങ്ങനെ, എനിക്ക് മലയാളം ശരിക്കും പറയാൻ അറിയില്ല. നിങ്ങൾ കേട്ടല്ലോ, മലയാളം പറയാൻ അറിയാത്തവരൊന്നുമില്ല, മലയാളമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ആ മലയാളം ഇവർ പറഞ്ഞത് മലയാളം അറിയാത്തത് കൊണ്ടല്ല പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ പിതാവ് 1989 അദ്ദേഹം ഭരിക്കുന്നത്. ദാമോദർദാസ് മോദി മരിക്കുന്നത് 1989. നരേന്ദ്രമോദിക്ക് 39 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബോൺ ക്യാൻസർ ബാധിച്ച് ക്യാൻസർ ബാധിച്ച് നരേന്ദ്രമോദിയുടെ പിതാവ് മരിക്കുന്നത്. ആ പിതാവാണ് 1947 മരിച്ചു എന്ന് ജാൻമണി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹൂറപ്പാർട്ടിയുടെ കലാപത്തെ തുടർന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിലൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.